ഡെഡ്പൂൾ ആൻഡ് വോൾവറിൻ ഒരുപാട് കാലത്തെ കാത്തിരിപ്പാണ് ഈ ഒരു സിനിമയ്ക്ക്. മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിലേക്ക് ഡെഡ്പൂൾ വരുന്നുണ്ട് എന്ന് കേട്ടപ്പോൾ തന്നെ, ഡെഡ്പൂളും വോൾവറിനൊക്കെ വരുന്നുണ്ട് എന്ന് കേട്ടപ്പോൾ തന്നെ ഭയങ്കര ക്യൂരിയോസിറ്റി ആയിരുന്നു ഈ സിനിമ കാണാൻ വേണ്ടി. സിനിമയ്ക്ക് വേണ്ടി കാത്തിരിപ്പായിരുന്നു. അപ്പോൾ ഈ സിനിമ റിലീസ് ചെയ്തു. സിനിമയുടെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും സാബ് മീഡിയ മലയാളത്തിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഓക്കെ, അപ്പോൾ ഡെഡ്പൂൾ ആൻഡ് വോൾവറിൻ ഈ സിനിമ തുടങ്ങുന്നത് തന്നെ തുടക്കം മുതൽ അവസാനം വരെ ഈ ഡെഡ്പൂളിൻ്റെ സിനിമ, ഡെഡ്പൂൾ ഫസ്റ്റ് സെക്കൻഡ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഡെഡ്പൂളിൻ്റെ ആ ഒരു കഥാപാത്രത്തിൻ്റെ ആ ഒരു സ്വഭാവം എന്താണെന്നുള്ളത് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അപ്പോൾ ആ ഒരു ഡെഡ്പൂളിൻ്റെ ആ ഒരു ഇതിലാണ് സിനിമ മുന്നോട്ട് പോകുന്നതാണ്. ഡെഡ്പൂളിൻ്റെ ആ ഒരു എന്താ പറയുക, ആ ഒരു സ്റ്റൈല്, ഡെഡ്പൂളിൻ്റെ ആ ഒരു സ്റ്റൈലിലാണ് സിനിമയുടെ മുന്നോട്ടുള്ള പോക്ക് എന്നുള്ളതാണ്. കിഡിലൻ കോമഡികളാണ്, ചെവി പൊട്ടുന്ന രീതിയിലുള്ള തെറിവിളികളും കോമഡികളുമാണ് സിനിമയിലുള്ളതെന്നാണ്. സർട്ടിഫിക്കറ്റ് മൂവിയാണ്. പിന്നെ ന്യൂഡിറ്റി കാര്യങ്ങളൊന്നും സിനിമയില്ല കേട്ടോ. പക്ഷെ വയലൻസ് പിന്നെ ഇതുപോലുള്ള കുറേ അൺവാണ്ടഡ് വേർഡ്സ് കാര്യങ്ങളൊക്കെ വിളിച്ച് പറയുന്നുണ്ട്. ഭയങ്കര കോമഡിയാണ് സിനിമ എന്നുള്ളതാണ്. പിന്നെ സിനിമ 2 മണിക്കൂർ പോയറിയില്ല. ഭയങ്കര സ്പീഡായിട്ടാണ് സിനിമയുടെ ആ ഒരു കഥ പറഞ്ഞു പോകുന്നത് എന്നുള്ളതാണ്. പിന്നെ ഒരുപാട് ക്യാമിയോസ് കാര്യങ്ങളൊക്കെ ഒരുപാട് വരുന്നുണ്ട്. അത് സ്പോയിലറൊന്നും ഞാൻ ഇവിടെ പറയുന്നില്ല. സർപ്രൈസുകളുണ്ട്, കണ്ടു നോക്കുക. സിനിമ തിയേറ്ററിൽ തന്നെ കാണാം. 3D ഒക്കെ കിടിലം തന്നെയായിരുന്നു. 3D വർക്ക്, ആ 3D എഫക്റ്റ് ഒക്കെ ഭയങ്കര തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ മ്യൂസിക് എടുത്തു പറയേണ്ട ഒരു സംഭവമാണ് മ്യൂസിക്. പിന്നെ ഇതിൻ്റെ ടൈറ്റിൽ കാർഡ്, സ്റ്റാർട്ടിങ് തന്നെ ടൈറ്റിൽ കാർഡ് കാണിച്ചു നോക്കുക. വളരെ രസകരമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. പിന്നെ ഓരോ കോമഡികളും നല്ല നല്ല രസമുണ്ട്. നല്ല പൊട്ടിച്ചിരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള കോമഡികളും കാര്യങ്ങൾ തന്നെയാണ്. തിയേറ്ററിൽ നല്ലൊരു ഓളം തന്നെയായിരുന്നു ഈ സിനിമ എന്നുള്ളത്. 3D കാണാൻ ശ്രമിക്കുക. 3D നല്ല എഫക്റ്റ് ഉണ്ട് 3D എന്നുള്ളതാണ്. പിന്നെ സിനിമയുടെ ഒരു പോസ്റ്റ് ക്രെഡിറ്റ് സീനൊക്കെ ഉണ്ട്, കണ്ടു നോക്കുക. വലിയൊരു എഫക്റ്റീവായിട്ടുള്ള പോസ്റ്റ് ക്രെഡിറ്റ് സീനൊന്നും അല്ല, എന്നാലും കണ്ടു നോക്കുക. ഈ ഒരു സിനിമ ഒരു സ്റ്റാൻഡ് ലോൺ ആയിട്ട് കാണാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജസ്റ്റ് വെറുതെ ഒന്ന് കാണാൻ പറ്റുക, അങ്ങനെ കാണാം. പക്ഷേ അങ്ങനെ കാണരുതെന്നാണ് ഞാൻ പറയുള്ളൂ. വോൾവറിൻ ഫസ്റ്റ് സെക്കൻഡ് എന്തായാലും കാണാം. പിന്നെ നമ്മുടെ ലോഗൻ, അതുപോലെ ഈ എക്സ്മെൻ സീരീസിലെ ലോഗൻ്റെ വോൾവറിൻ്റെ ആ ഒരു പിന്നെ സിനിമകൾ കാണാം. അതും ഇല്ലെങ്കിൽ പിന്നെ കാണേണ്ട ഏതാണെന്ന് ചോദിച്ചാൽ ലോക്കിയുടെ സീരീസ്, അത് നിർബന്ധമായിട്ടും കാണേണ്ട സംഭവമാണ്. എന്നാലേ ഈ സിനിമ എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാവും. സിനിമ എങ്ങോട്ടാണ് പോകുന്നത്, എയിലൂടെയൊക്കെയാണ് പോകുന്നത്, ഇവരൊക്കെ ആരൊക്കെയാണ് എന്നൊക്കെ മനസ്സിലാകുന്നുണ്ടെങ്കിൽ കുറച്ച് കാര്യങ്ങളുണ്ട്. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ഈ സിനിമകൾ സീരീസുകളൊക്കെ കാണേണ്ട കാര്യമുണ്ട്. കണ്ടു കഴിഞ്ഞാൽ എന്തെങ്കിലും മനസ്സിലാവുള്ളൂ എന്നുള്ളതാണ്. എന്തായാലും ഈ സിനിമയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നവർ മറ്റുള്ള സിനിമകളൊക്കെ കണ്ടിട്ടുണ്ട്, സീരീസുകളൊക്കെ കണ്ടിട്ടുണ്ടെന്നുള്ള ഉറപ്പാണ്. മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സ് ആരാധകർ എന്തായാലും അതൊക്കെ കാണാതെ എന്തായാലും ഈ സിനിമയ്ക്ക് പോകില്ല, അത് ഉറപ്പാണ്. പിന്നെ വോൾവറിൻ കിടിലം തന്നെയായിരുന്നു. ആ സ്യൂട്ടിൽ നമ്മളെ വലിയ സ്ക്രീനിൽ കാണുമ്പോൾ ശരിക്കും രോമാഞ്ചമായിരുന്നു. ഭയങ്കര സ്വാഗായിരുന്നു അദ്ദേഹത്തിൻ്റെ ആ ഒരു കഥാപാത്രത്തെ ആ സ്ക്രീനിൽ കാണിക്കുമ്പോൾ. ആ ഒരു സ്യൂട്ട് കാണുമ്പോൾ, ആ സ്യൂട്ടിൽ നമ്മൾ ആദ്യമായിട്ടാണല്ലോ കാണുന്നത് അല്ലേ. കൊമിക്കിലൊക്കെ കണ്ടതല്ലാണ്ട് ഇതിൽ സിനിമകളിൽ ഇങ്ങനെ ആദ്യമായിട്ടാണല്ലോ ആ സ്യൂട്ട് കാണുന്നത്. അപ്പോൾ ഭയങ്കര സ്വാഗായിരുന്നുള്ളതാണ്. പിന്നെ അദ്ദേഹത്തിൻ്റെ ഇമോഷണൽ രംഗങ്ങളും കാര്യങ്ങളൊക്കെ രസകരമായിട്ട് ചെയ്തിട്ടുണ്ട്. ഡെഡ്പൂൾ തന്നെയാണ് ഈ സിനിമയിൽ കുറച്ചുകൂടി ഒരു മുൻതൂക്കം ഉള്ളത്. ഭയങ്കര ഫസ്റ്റ് സെക്കൻഡ് എങ്ങനെയാണോ അതേപോലെ തന്നെ അതിനേക്കാൾ കുറച്ചുകൂടി ഒന്ന് കൂടുതലായിട്ടുണ്ട് തോന്നുന്നു ഈ ഒരു സിനിമയിൽ. അദ്ദേഹത്തിൻ്റെ പല സംസാരമാണല്ലോ, കിടിലാണ് സംഭവം, അടിപൊളിയായിട്ടുണ്ട്. ആക്ഷൻ കൊറിയോഗ്രാഫി ഒന്നും പറയാൻ വേണ്ട, ഒരു രക്ഷയില്ലാത്ത കിടിലൻ ആക്ഷൻ രംഗങ്ങളുണ്ട്, പിന്നെ CGI വർക്കുകൾ, മറ്റുള്ള സംഭവങ്ങളൊക്കെ, അതായത് ഇതിൻ്റെ ടെക്നിക്കൽ സൈഡുകളൊക്കെ പൊളിയാണെന്ന് തന്നെ പറയാം. നല്ല ക്വാളിറ്റി തന്നെ ചെയ്തിട്ടുണ്ട്. അവരെ MCUയുടെ പടങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണല്ലോ, കിടിലം തന്നെയായിരിക്കും എന്നുള്ളത്. അപ്പം മാർവലിൻ്റെ വേറൊരു മുഖം വയലൻസ് മാർവലിൻ്റെ സിനിമകളിൽ അധികം നമ്മൾ കണ്ടിട്ടില്ല. ചോര തെറിക്കുന്ന, ബ്ലഡ് തെറിച്ച് വീഴുന്ന രീതിയിലുള്ള സംഭവങ്ങളൊന്നും നമ്മൾ കണ്ടിട്ടില്ല. അതിന് വേറൊരു മുഖം നമുക്ക് ഈ സിനിമയിൽ കൂടെ കാണാവുന്നതാണ്. പിന്നെ ഈ സിനിമയിലെ നെഗറ്റീവ്, ഇതിൻ്റെ തിരക്കഥ അത് കുറച്ച് പിറകോട്ടായിപ്പോയി എന്നുള്ളതാണ്. ബാക്കിയൊക്കെ എല്ലാത്തിനും 10ൽ 10 മാർക്ക് നമുക്ക് കൊടുക്കാവുന്ന രീതിയിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷെ തിരക്കഥ പിറകോട്ടായിപ്പോയി എന്നുള്ളതാണ്. പ്ലോട്ട് കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല. ഏറ്റവും വലിയൊരു നെഗറ്റീവ് എന്നുള്ളത് തിരക്കഥ തന്നെയാണ്. പിന്നെ പ്ലോട്ട് കാര്യങ്ങളൊന്നും ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ഈ തിരക്കഥ ഒന്നുകൂടി നന്നാക്കിയിരുന്നെങ്കിൽ, തിരക്കഥ ഒന്നുകൂടി നന്നാക്കിയിരുന്നെങ്കിൽ നല്ല രീതിയിൽ തന്നെ സിനിമ എന്താ പറയുക, ഭയങ്കര ഫാസ്റ്റിലാണ് സിനിമ പോകുന്നത്. ഭയങ്കര കൺഫ്യൂഷൻ ആണ് പല സ്ഥലത്തും. പിന്നെ അത് ശരിക്കും അറിയുന്നത് എൻ്റെ ഒരു അഭിപ്രായമാണ് കേട്ടോ. ഇതൊരു സീരീസ് ആക്കി ചെയ്തിരുന്നെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആകുമായിരുന്നു തോന്നുന്നു. സീരീസ് ആക്കി ചെയ്ത് ഇത് പിന്നെ അത് ഓരോ സംഭവങ്ങളും കൊള്ളിക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര ഫാസ്റ്റ് ഒരു സംഭവം കൈ തരുമ്പോൾ അടുത്ത സംഭവം എന്നുള്ള രീതിയിൽ നമുക്ക് അത് എൻജോയ് ചെയ്ത് നിൽക്കുമ്പോഴേക്കും അടുത്ത് തുടങ്ങി അങ്ങനെ ആ രീതിയിലാണ് നമുക്ക് മുന്നോട്ട് പോകുന്നതാണ്.
പല പല സർപ്രൈസുകളുണ്ട്. ക്യാമിയോസ് ഒക്കെ കിടിലൻ ക്യാമിയോസ് ഉണ്ട്. പിന്നെ പ്രതീക്ഷിക്കാത്ത ക്യാമിയോസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും കണ്ടു നോക്കാം, തിയേറ്ററിൽ തന്നെ കണ്ടു നോക്കാം. മസ്റ്റ് വാച്ച് തിയേറ്റർ മൂവിയാണ്. സ്ക്രിപ്റ്റ് കൂടി നന്നാക്കിയിരുന്നെങ്കിൽ പൊളിച്ചനെ എന്ന് ഞാൻ പറയും. എന്തായാലും മസ്റ്റ് വാച്ച് മൂവിയാണ്, തിയേറ്റർ വർത്താണ് ഈ ഒരു സിനിമ. 3D തന്നെ കാണാൻ ശ്രമിക്കാം. ഈ ഹൈപ്പിനനുസരിച്ചുള്ള ആ ഒരു സംഭവം കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു ഒപ്പീനിയന്. നിങ്ങൾ എന്തായാലും സിനിമ കണ്ടു നോക്കുക. അഡൽട്ട് മൂവിയാണ്, അത് ആദ്യം പറയാം. ന്യൂഡിറ്റി കാര്യങ്ങളൊന്നുമില്ല, പക്ഷേ ബ്ലഡ് തെറിക്കുന്ന സംഭവമുണ്ട്. അപ്പോൾ തന്നെ തെറിവിളികൾ കുറേ ഉണ്ട്. അത് നിങ്ങൾ എന്തായാലും ശ്രദ്ധിച്ചു പോവുക. ഇത്രയാണ് എൻ്റെ ഈ സിനിമയെക്കുറിച്ചുള്ള എൻ്റെ അഭിപ്രായം. നിങ്ങൾ സിനിമ കണ്ടവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ സ്പോയിലർ ഇല്ലാതെ തന്നെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുന്ന സമയത്ത് സ്പോയിലറൊന്നും കമൻറ്റ് ബോക്സിൽ ഇടാതിരിക്കുക. ഇനിയും സിനിമ കാണാൻ പറ്റാത്തവരുണ്ടാവും. നാളെ മറ്റന്നാൾ ഞായറാഴ്ചകളൊക്കെ പോകണമെന്ന് വിചാരിക്കുന്നുണ്ടാവും. ഒരുപാട് സ്പോയിലറൊക്കെ പിന്നെ ട്വിറ്ററിലും ഇൻസ്റ്റയിലൊക്കെ ഒരുപാട് വീഡിയോസും കാര്യങ്ങളൊക്കെ കളിക്കുന്നുണ്ട്. എന്നാലും പലരും അതൊന്നും കാണാതെ ഇങ്ങനെ മാറ്റി വെച്ചതായിരിക്കും. സ്പോയിലർ ഇടാതിരിക്കാം. ഓക്കെ, അപ്പോൾ എത്രയാണ് ഇന്നത്തെ വീഡിയോ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. റായൻ കാണാൻ പോകുന്നുണ്ട്, കണ്ടിട്ട് നിങ്ങൾക്ക് വലിയ റിവ്യൂ എത്തിക്കാൻ ശ്രമിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും.